ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിന് പഠിച്ചിരിക്കേണ്ട SCERT ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ സിലബസിൽ നിന്നുള്ള ഓരോ ചാപ്റ്റേഴ്സും സിലബസുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ SCERT ചാപ്റ്റേഴ്സ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ചാപ്റ്റേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ ദിവസം ഓരോ ക്ലാസ് തരുന്നതായിരിക്കും. ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ടോപ്പിക്കിൻ്റെയും SCERT ചാപ്റ്റേഴ്സ് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കിടക്കാം കേട്ടോ. ഫസ്റ്റ് വരുന്നത് ഇന്ത്യ ഹിസ്റ്ററി ആണ് അല്ലേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ. ഇവയ്ക്ക് എത്രയാണ് മാർക്ക് വരുന്നത്? 5 മാർക്കാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു SCERT ചാപ്റ്റേഴ്സ് കണ്ടതിന് ശേഷം ഈ മോക്ക് ടെസ്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായിരിക്കും. PSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് തരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പുതിയ SCERT ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. യൂറോപ്യന്മാരുടെ ആഗമനം, 1857 കലാപം, ഇത് രണ്ടും വരുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1, 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 1 അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ. ഇതൊക്കെ വരുന്ന ചാപ്റ്റേഴ്സ് 8ാം ക്ലാസ്സിലെ ചാപ്റ്ററുണ്ട്, 10ാം ക്ലാസ്സിലെ ചാപ്റ്ററുണ്ട്. ക്ലാസ് 8 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയിലെ 6ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്നാണ് ആ ഒരു ചാപ്റ്ററും. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്ററാണ് ഇന്ത്യ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും 5 മാർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്രയാണ്? 5 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന നമുക്കറിയാം ഈ ശാസ്ത്രം, കലാ, കായിക, സാഹിത്യം കൂടുതലും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഓൾറെഡി വീഡിയോ ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ വരുന്ന പ്രധാനപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ശാസ്ത്രം, കലാ, കായികം, സാഹിത്യമൊക്കെ വരുന്നുണ്ട് ആ ഒരു ചാപ്റ്ററിൽ തന്നെ. പിന്നെ 10ാം ക്ലാസ്സിലെ തന്നെ 8ാമത്തെ ചാപ്റ്ററിൽ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററും പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഈ 2 ചാപ്റ്ററാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരങ്ങൾ. എത്ര മാർക്കാണ്? 5 മാർക്കാണ്. ഇതിന് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും എന്ന് പറയുന്നത് 2 ചാപ്റ്ററിലായിട്ടാണ്. അതായത് 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. പിന്നെ പഴയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, പഴയ 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 3 ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും പറയുന്നുണ്ട്. ഇനി ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ കുറേ ചാപ്റ്റേഴ്സിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ഭരണഘടനയ്ക്ക് ഒരു മുഖവുര. 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ഭരണഘടന വഴിയും വഴികാട്ടിയും. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ജനാധിപത്യം, വ്യാപനം, സ്ഥാപനങ്ങളിലൂടെ. അതിൽ പ്രധാനപ്പെട്ട വിവിധ കമ്മീഷൻസുകളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഇനി 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക്. ഈ ഒരു ഭാഗം, ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കണം. അതിലൊക്കെ പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ഫാക്ടുകളൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. 5 മാർക്കാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്
ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ലോകത്തിൻ്റെ നെറുകയിൽ. ഒമ്പതാം ക്ലാസ്സിലെ 1, 2, 3 ചാപ്റ്റർ നമ്മുടെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ വിശാല സമതല ഭൂമിയിൽ. അതുപോലെ തന്നെ ചാപ്റ്റർ 3 ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി. ഇനി ഏഴാമത്തെ ചാപ്റ്ററിൽ, ഒമ്പതാം ക്ലാസ്സിലെ തന്നെ ഏഴാമത്തെ ചാപ്റ്ററിലെ മണലാരണ്യത്തിലൂടെ, എട്ടാമത്തെ ചാപ്റ്ററിൽ തീരങ്ങളിലൂടെ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ്. നെക്സ്റ്റ് കേരള ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. BSc ചോദിച്ച എല്ലാ ചോദ്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT പാഠഭാഗങ്ങൾ നമുക്ക് നോക്കാം. നമുക്കറിയാം സിലബസിൽ ഏതൊക്കെയാണ് വരുന്നത്. കേരളം, ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുതി പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. 10 മാർക്കാണ് വരുന്നത്. 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ നാടറിയാം. അതുപോലെ 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്ന് പറയുന്ന ചാപ്റ്ററിൽ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ വരുന്നുണ്ട്. ഞാൻ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ. 5 മാർക്കാണ് വരുന്നത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നോക്കാം. 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ നീതിയിൽ നിന്ന് നീതിയിലേക്ക്. 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനവും കേരളവും. 7ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ. ഇനി പഴയ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക്. 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാൻ. ഇനി നമുക്ക് ബയോളജി നോക്കാം. ബയോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മാർക്കാണ് ബയോളജിയിൽ വരുന്നത് അല്ലേ. ഇതിൽ ഫസ്റ്റ് നമുക്കറിയാം സിലബസ് നോക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇതാണ് നമ്മുടെ സിലബസ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ചാപ്റ്റേഴ്സ് നോക്കാം. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിലെ ദഹനവും പോഷക കുറിച്ച് പറയുന്നുണ്ട്. ഇനി 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിലെ കണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്, കണ്ണിന്റെ അന്തർഭാഗം. 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിലെ അസ്ഥിയെ കുറിച്ച് പറയുന്നു, അസ്ഥിബന്ധങ്ങൾ. ഇനി 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ശരീരത്തിന്റെ ആന്തരഘടന. 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ പ്രധാന നാഡികൾ. നെക്സ്റ്റ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആഹാരത്തിലെ ആരോഗ്യവശങ്ങൾ. കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 വിത്തുകളുടെ വിതരണം. ഇനി വനങ്ങൾ, വനവിഭവങ്ങൾ, സാമ്പത്തിക വനവൽക്കരണം. 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ കൃഷിയെ സഹായിക്കുന്ന മൃഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററിലെ പരിസ്ഥിതിയെ നോവിക്കാം. ഇനി 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 17 വനനശീകരണവും പ്രത്യാഘാതങ്ങളും. 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ജൈവ വൈവിധ്യം പുതിയ നിയമങ്ങൾ. ഇനി കെമിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും. 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആറ്റത്തിന്റെ ഘടന, അയിരുകളും ധാതുക്കളും പറയുന്നത്. 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിലെ ലോഹങ്ങൾ അലോഹങ്ങളെ കുറിച്ച് പറയുന്നു. 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിലെ ലോഹങ്ങളുടെ വിവേചനം. ഇനി മൂലകങ്ങളും അവയുടെ വർഗീകരണവും പറയുന്നത്. 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ മൂലകങ്ങളും സംയുക്തങ്ങളും. 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ. 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. പുതിയ SCERT ആണ്. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ. ഇനി രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ. 8ാം ക്ലാസ്സിലെ 15ാമത്തെ ചാപ്റ്ററിലെ പദാർത്ഥങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന ടോപ്പിക്. നെക്സ്റ്റ് ഫിസിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവൃത്തിയും ഊർജ്ജവും. 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിലാണ് പ്രവൃത്തിയും ഊർജ്ജത്തെ കുറിച്ച് പറയുന്നത്. അതുപോലെ ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ഊർജ്ജ സ്രോതസ്സുകൾ. ഇനി താപവും ഊഷ്മാവും. 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ താപ നിത്യജീവിതത്തിൽ. ഇനി പ്രകൃതിയിലെ ചലനവും ബലങ്ങളും. ചലനവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ചലനവും ബലവും. 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ മർദ്ദം. 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ പ്ലവക്ഷമബലം. ഇനി 6ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ചലനം നിത്യജീവിതത്തിൽ. 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ചലന സമവാക്യങ്ങൾ. 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ചലന നിയമങ്ങൾ. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഗുരുത്വാകർഷണം.
ഇനി ശബ്ദവും പ്രകാശവും. 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ പ്രകാശം പ്രതിഫലിക്കുമ്പോൾ, 8ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ ഗോളീയ ദർപ്പണങ്ങൾ, 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ പ്രകാശത്തിന്റെ അപവർത്തനം, 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ശബ്ദം, 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ശബ്ദ തരംഗങ്ങൾ, 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 ലെൻസുകൾ, 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. നെക്സ്റ്റ് സൗരയൂഥവും സവിശേഷതകളും. 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് കയ്യെത്ത് ദൂരത്ത് ആകാശം. ഇനി 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആകാശ വിസ്മയങ്ങൾ. നെക്സ്റ്റ് പൊതുജനാരോഗ്യം 10 മാർക്കാണ്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിലെ വ്യാധികൾ പടരാതിരിക്കാൻ. പുതിയ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിലെ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. ഇനി ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററിലെ മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിലെ പ്രത്യുൽപാദന ആരോഗ്യം. ഇനി പഴയ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിലെ അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സും. അപ്പോൾ ഇതൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ ഓരോ ദിവസവും ഓരോ SCRT ക്ലാസ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടും സബ്ജക്റ്റ് വൈസ് ആയിട്ടും തരുന്നതായിരിക്കും. അതോടുകൂടി നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.